ഉത്തർപ്രദേശിലെ ഹാമിർപൂരിൽ നിർമ്മാണത്തിലിരുന്ന പാലത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണ 6 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. കുടുങ്ങിക്കിടക്കുന്ന 3 പേർക്കായി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വിനീത വിജി ഡൽഹിയിൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിനീത, അത്ര ശുഭകരമല്ലാത്ത വാർത്തയാണ് പുറത്തുവരുന്നത്. ഇത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? മരണമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നു. എന്താണ് നിലവിലെ അവിടുത്തെ സാഹചര്യം? 6 പേരാണ് മരിച്ചിരിക്കുന്നത്. ഇതിൽ 5 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് ഭരണകൂടം വ്യക്തമാക്കുന്നത്. പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് പോലീസ് പറയുന്നത്. ആ സമയത്താണ് അവർക്ക് വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് പോലീസും സ്ഥലത്തെത്തി. ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ പുരോഗമിക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. നിർമ്മാണത്തിലിരുന്ന പാലത്തിന്റെ ഒരു ഭാഗമാണ് തകർന്നു വീഴുന്നത്. ഉത്തർപ്രദേശിലെ ഹാംപൂരിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. ചിലർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയമുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവർക്കായുള്ള തെരച്ചിൽ ഇപ്പോൾ ഊർജിതമായി അവിടെ പുരോഗമിക്കുകയാണ്. രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ പുരോഗമിക്കുന്നുണ്ട്. ഈ ബത്വ നദിക്ക് സമീപം നിർമ്മാണത്തിലിരുന്ന പാലത്തിന്റെ ഒരു ഭാഗമാണ് തകർന്നു വീണത്. ഈ തകർന്ന് വീഴാനിടയായ സാഹചര്യം എന്താണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം ചില റിപ്പോർട്ടുകൾ ശക്തമായിട്ടുള്ള കാറ്റിനെ തുടർന്ന് നിർമ്മാണത്തിലിരുന്ന പാലത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണതാണെന്ന ചില റിപ്പോർട്ടുകളുമുണ്ട്. ഈ പുലർച്ചെ 2 മണിയോടെയാണ് ഈ അപകടം ഉണ്ടായതെന്ന വിവരം ഞങ്ങൾക്ക് ലഭിച്ചതെന്നാണ് ഈ ഹാമിർപൂർ SP അരവിന്ദ് കുമാർ വർമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. 6 പേർ മരിച്ചു. ഇതിൽ 5 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ 3 പേരാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഇവർക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവരെ രക്ഷപ്പെടുത്തുന്നതിന് മറ്റുമുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.